ഹായ് നമസ്കാരം. എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ എന്തൊക്കെയുണ്ട്? എല്ലാവരും ഹാപ്പിയാണോ? സമാധാനമായിട്ടിരിക്കുകയാണോ? അപ്പോൾ എന്താണ് നമ്മുടെ ലൈഫ്, ജീവിതം? ശരിക്കും ജീവിതം എന്ന് പറയുന്നത് ഒരു ഒതുങ്ങിക്കൂടി മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടും അങ്ങനെയൊക്കെ ജീവിക്കാനാണോ ലൈഫ് എന്ന് പറയുന്നത്? സത്യം പറഞ്ഞാൽ നമ്മൾ യാത്രകളിൽ പോകുമ്പോഴും അങ്ങനെ പുതിയ പുതിയ സിറ്റുവേഷൻസ് നേരിടുമ്പോഴൊക്കെയാണ് ലൈഫ് കൂടുതലായിട്ട് ചലഞ്ചീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഓരോ കാര്യങ്ങൾ മനസ്സിലാകുന്നതും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് യാത്രകൾ പോകുമ്പോഴാണ്. നമ്മൾ ഓരോരുത്തരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആളുകളെ നമുക്ക് അറിയാൻ കഴിയും, ഓരോ നാട്ടിലുള്ള ആളുകളെക്കുറിച്ച് നമുക്ക് അറിയാനും കാണാനും കേൾക്കാനൊക്കെ കഴിയും. പുതിയ പുതിയ യാത്രകൾ ചെയ്യുക, എല്ലാവരും ലൈഫ് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ യാത്രകളൊന്നും ചെയ്തില്ല എന്ന് വെച്ചാൽ ലാസ്റ്റ് അവസാനമായിട്ട് നമ്മൾ മരിക്കുന്നതിന് മുന്നേ ഈ യാത്രകളും പിന്നെ ഈ ചില ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒതുങ്ങിക്കൂടി മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അവരെന്ത് ചിന്തിക്കുന്നു, മറ്റുള്ളവരെന്ത് കരുതുന്നു വിചാരിച്ച് നമ്മളെ ആഗ്രഹങ്ങൾ നമ്മൾ നേടാതെ പോകരുത്. ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. പരമാവധി മാക്സിമം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മൾക്ക് ജീവിതത്തിന് വേണ്ടി, നമ്മളെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, സമാധാനത്തിന് വേണ്ടി കഷ്ടപ്പെടുക. ഇപ്പോൾ കാര്യം പറഞ്ഞാൽ ലൈഫ് പലർക്കും എല്ലാവരും ഒരേപോലെ ആവണമെന്നൊന്നുമില്ല, എല്ലാവരും ഡിഫറെൻ്റ് ആണ്. കാര്യം ഓരോരുത്തരുടെ സിറ്റുവേഷൻസ്, മിഡിൽ ക്ലാസ് ആളുകളുണ്ടാവും, കുറച്ച് ക്യാഷ് ഉള്ള ആളുകളുണ്ടാവും. അങ്ങനെ പലരുടെയും ജീവിത സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസ് ഡിഫറെൻ്റ് ആണ്. നമ്മൾ എടുത്തു നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു സിറ്റിയിലൊക്കെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ടൗണിലൊക്കെ പോവുകയാണെങ്കിൽ രാവിലെയും വൈകുന്നേരവും രണ്ടും ടൈം ആ സ്ഥലം സെയിമാണ്, പക്ഷേങ്കിൽ ഡിഫറെൻറ്റ് എന്താ പറയുക സിറ്റുവേഷൻ സെയിം. കാര്യം രാവിലെ പോകുന്നത് ഓരോരുത്തർ ജോലിയുടെ തിരക്കിൽ പോകുന്നതും, സങ്കടമായിരിക്കാൻ ചില ആൾ സന്തോഷത്തോടെ പോകുന്നവരുണ്ടാവും, എന്നാലും സങ്കടപ്പെട്ടു പോകുന്നവരും, ജോലി തിരക്ക് പിടിച്ച് പായുന്നതും, ബസ് കയറി പോകുന്നതും അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേ ടൈം വൈകുന്നേരം ചില അതേ സ്ഥലം തന്നെ ഇരിക്കും, പക്ഷേങ്കിൽ എന്താ പറയുക ഹാപ്പി ആയിരിക്കും. കാര്യം ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് പോകുന്നതും അങ്ങനെ പല കാഴ്ചകൾ നമുക്ക് കാണാം. ജസ്റ്റ് ഒന്ന് നമ്മൾ ഇറങ്ങുക പുറത്തേക്ക്, ഓരോരുത്തരെ നമ്മൾ വാച്ച് ചെയ്യുക, അപ്പോൾ മനസ്സിലാവും എന്താണ് ലൈഫ്. നമ്മളൊന്ന് സങ്കടങ്ങൾ ഒന്നുമല്ല എന്ന് തോന്നുന്നൊരു സമയമുണ്ടാവും. അതൊരുപാട് കാഴ്ചകളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, സിറ്റുവേഷൻസാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ടേ വേറെ എന്തോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു. കാര്യം രാവിലെ പോകുന്ന ആളുകൾ, വൈകുന്നേരത്ത് പോകുന്ന ആളുകളും ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിലൂടെയാണ് കടന്നത്. ഏറ്റവും യാത്രകൾ നമ്മളെ നന്നായിട്ട് പഠിപ്പിക്കും. യാത്രകൾ ഓരോ ആളുകളെ, നമ്മളെ നാട്ടിൽ നിന്ന് മാറി ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് സഞ്ചരിച്ച് നോക്കുക. നമ്മുടെ നാട് പോലെയാണോ മറ്റുള്ള നാടുകളൊന്നും ചിന്തിച്ച് നോക്കുക. ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ പറ്റും, കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ കണ്ടറിയുന്ന കാര്യങ്ങളാണ് അതൊക്കെ. കൂടുതലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, ഓരോ കാര്യങ്ങൾ പഠിക്കുക, എന്നിട്ട് എന്താ പറയുക അങ്ങനെയൊക്കെ ജീവിതം കൊണ്ടുപോവുക. പിന്നെന്താണ്, സത്യം പറഞ്ഞാൽ നമ്മളെയൊന്നും പ്രശ്നങ്ങൾ ഒന്നുമല്ല. ചില ആളുകളെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മളെയൊന്നും പ്രശ്നങ്ങൾ ഒന്നുമല്ല. ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ലൈഫിൽ. ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടായാലും എവിടെ എടുത്തു നോക്കിയാലും അത്രയും പ്രശ്നങ്ങൾ നേരിടുന്നതും അങ്ങനെ പല പ്രശ്നങ്ങൾ ഓവർകം ചെയ്ത് വരുന്നവരും അങ്ങനെ പല ആളുകളും നമുക്ക് കാണാം. ഇപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല. എന്താണ് നമ്മളതെങ്ങനെ സിറ്റുവേഷൻ ഓവർകം ചെയ്യുന്നു, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നാണ് ഏറ്റവും പ്രധാനം, അതിന് ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ നമ്മളത് തോൽവിയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചോ, അതിനൊന്നും യാതൊരുവിധ കാര്യമില്ല. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. മാക്സിമം യാത്രകൾ പോയിട്ടും ജീവിതം എങ്ങനെയെങ്കിലും എൻജോയ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും അത് ഒരു എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഇത്രയും തോൽവിയൊക്കെ നേരിടുന്നത്, ഞാൻ മാത്രമാണോ ഇങ്ങനെയും, ഒരിക്കലും അല്ല. കാര്യം അത് വെറും ഒരു തോന്നലാണ്. ഞാൻ മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയത്, ഞാൻ മാത്രമാണോ ഇങ്ങനെയെന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും പലപ്പോഴും അങ്ങനെ ചിന്തിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ എനിക്ക് മനസ്സിലായി കാര്യം, നമ്മൾ ഒന്ന് പുറത്തേക്ക് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, പല ആളുകളെ നമുക്ക് മനസ്സിലാവും നമ്മളൊന്നും പ്രശ്നങ്ങൾ ഒന്നുമല്ല. നമ്മളൊക്കെ അത്രയും ഭാഗ്യവാന്മാരാണ്. 3 നേരം ഫുഡും ഒരു വീടും കിടക്കാണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്, ഒരു സംശയമില്ല. ഒരു വീടില്ലാത്തതും 3 നേരം ഭക്ഷണം കിട്ടാത്തവരും ഒരുപാട് പേരുണ്ട് നമ്മുടെ ചുറ്റും. ഒക്കെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്ന് മനസ്സിലാലോചിച്ചാൽ മതി. എനിക്ക് കയറി കിടക്കാനൊരു വീടുണ്ട്, 3 നേരം ഫുഡും കിട്ടുന്നുണ്ട്, അതിലപ്പുറം വേറെന്താ വേണ്ടേ? അതൊന്നും ഇല്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിനുണ്ട്.
ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ദേഷ്യപ്പെടുമ്പോഴും സങ്കടപ്പെടുമ്പോഴൊക്കെ ഒന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കൂടെ ഉണ്ടാവുക. ഇതേപോലത്തെ വീഡിയോസ് ഇനിയും കാണാം. അപ്പോൾ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.